ഹായ് ഓൾ. കണ്ടോ ഗ്രീൻ 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 ഗ്രീൻ. അടിപൊളി. ബീച്ച് കാണാനോ ഇവിടെ. ഇപ്പോൾ ഡാർട്ടിലാണ് ഉള്ളത്. നമുക്കിത് ബീച്ച് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവിടെ കൂടി. കണ്ടോ, നമ്മളിപ്പോൾ ഡള്ളേറി എന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സൈഡിലോട്ടുള്ള ഡാർട്ട് പിടിക്കുമ്പോൾ നമുക്ക് ബീച്ച് സൈഡ് ക്ലിയർ ആയിട്ട് ഡാർട്ടിലൂടെ കാണാൻ പറ്റും. കണ്ടോ, നല്ല നീളമുള്ളൊരു ബീച്ചാണ് ഇത്. ഇവിടെ കൂടി കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. കണ്ടോ, കാണാമോ? ക്ലിയർ ആവുന്നുണ്ടോ? ഞാനിപ്പോൾ ഡാർട്ടിൻ്റെ ഉള്ളിലാണേ, അതുകൊണ്ട് ഗ്ലാസ്സിൽ കൂടെ കാണുമ്പോൾ അത്രത്തോളം ക്ലിയർ ആവണമെന്നില്ല. കണ്ടോ, ടണലിൽ കയറി നമ്മളിപ്പോൾ. ചെറിയൊരു ടണലാണ് അത്. അതിൽ കൂടെ കയറി നമ്മൾ ആ ദൂരെ ഞാൻ കാണിച്ചിടത്തില്ല ഒരു മലയൊക്കെ കടലിൻ്റെ സൈഡിൽ പോകുമ്പോൾ ആ മലയുടെ താഴ്വാരത്തിൽ കൂടെയാണ് ഈ ഡാർട്ട് പോകുന്നത്. കണ്ടോ, എൻ്റെ മുൻവശം ചെറുതായിട്ട് കാണാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഹായ്, നോക്കേ എന്ത് ഭംഗിയത്. ചെറിയ ചെറിയ യാച്ചൊക്കെ ഉണ്ട് ആ സൈഡിലായിട്ട്. ഒരു ഷിപ്പ് അങ്ങ് ദൂരെ കുറേ സീഗൾസൊക്കെ പറന്നു പോകുന്നുണ്ട്. നല്ലൊരു യാത്രയാണല്ലോ ഇത്. കാണാവോ, ചെറിയൊരു യാച്ച് അവിടെ നിർത്തുന്നുണ്ട്. ചെറിയൊരു യാച്ച്. ഓ, കണ്ടോ കണ്ടോ, അടിപൊളി. ഞാൻ കാണുന്ന വൈഡ് ആയിട്ടുള്ള ആംഗിൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷേ സീരിയസ് ആയിട്ട് പറയാം, നല്ല ഭംഗിയാട്ടോ കാണാൻ. 2 യാച്ചുണ്ട് ഇവിടെ, 2 ചെറിയ യാച്ച്. ഇനി അധികം കാണാൻ പറ്റില്ല, നമ്മൾ അടുത്ത സ്റ്റേഷനിലോട്ട് എത്തുന്നുണ്ട്. കുറച്ച് ദൂരം കൂടെ എനിക്ക് കാണാൻ പറ്റും. കണ്ടോ, ആ യാച്ച് അവിടെ ഉണ്ട്. വീണ്ടും ഒരു ചെറിയൊരു ടണലിനകത്ത് കയറി. ചെറിയ ടണൽ ആണ്, ഓപ്പണായി. കണ്ടോ, ടണലിൽ നിന്ന് പുറത്തിറങ്ങി. ഇത് ചെറിയൊരു പാലം കണ്ടോ, മേളിക്കൂടി ബസ്സിനും കാറിനും ഒക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ താഴെ ഡാർട്ട് പോകുന്നു. ഇതും അതേപോലെ ചെറിയ പാലം. വീടുകളുണ്ടോ, ഇതേപോലുള്ള നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഇവിടെ. ഗാൽക്കി എന്ന സ്റ്റേഷനിലെത്തി. ഗാൽക്കി സ്റ്റേഷനിൽ എത്തിയപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ട്രാം പോകുന്നുണ്ട്. അത് പോയി, അതങ്ങ് പോയി. ഡാൽക്കി എന്ന സ്റ്റോപ്പിലെത്തിയപ്പോൾ ഞാൻ ആലോചിക്കുക, ഇനി എനിക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻ സ്റ്റോപ്പ് അതിലേക്ക് എത്ര ദൂരമുണ്ട് നോക്കട്ടെ, കാണിച്ചത്. കണ്ടോ, നമ്മളിപ്പോൾ ഡാൽക്കി എന്ന സ്റ്റോപ്പിൽ കയറി. ഇനി അപ്പോൾ 1, 2 സ്റ്റോപ്പ് കഴിയുമ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സ്ഥലമുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ാണ് ഞാൻ വന്നത്. ഞാനിവിടെ വന്നിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ്. ഇതാ അവിടെ കണ്ടോ, എന്തോ ഒരു ഫെസ്റ്റ് നടക്കുന്നുണ്ട്. ഡൺലേറി ഫെസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഒരു ദിവസം ഇവിടെ വരണം. അടുത്ത ആഴ്ച പറ്റുമെങ്കിൽ വരണം. ഒരുപാട് ആൾക്കാരും ജനക്കൂട്ടവും ഒരു അടിപൊളി സ്ഥലം. ഒരുപാട് ടൂറിസ്റ്റും ഒക്കെ വരുന്നുണ്ട് ഇവിടെ. ബസ് കണ്ടോ, അവിടെ കണ്ടോ, കുട്ടികൾക്ക് വേണ്ടി ഫെസ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തേക്കുന്നത്. നല്ല കാറ്റും ഹാർബറല്ലേ തൊട്ടടുത്ത്, മീനിൻ്റെ മണം.
ദിസ് ഈസ് കൗൺസിൽ ചേംബർ. അപ്പം കൗൺസിൽ ചേംബറിൻ്റെ മുമ്പിലാണ്. കണ്ടോ, ഒരു വലിയൊരു ബിൽഡിംഗ് ആണ് ഇത്. കുറച്ച് നല്ല ലെങ്തും ഉണ്ട്, വലിയൊരു കൊട്ടാരം പോലെ ഇരിക്കും ഇത്. പിന്നെ പവിലിയോൺ തിയേറ്റർ കാണാൻ പറ്റും എൻ്റെ അപ്പുറത്ത്. കണ്ടോ, അത് തിയേറ്ററാണ്. ഒരുപാട് ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് ഇത്. കണ്ടോ, ആ ബിൽഡിംഗ് കഴിഞ്ഞില്ല, ഇപ്പോഴെന്താ ആ ബിൽഡിങ്ങിൻ്റെ ഒരു സൈഡിലെത്തിയതേ ഉള്ളൂ ഞാൻ. അഡ്മിനിസ്ട്രേഷൻ ഓഫീസ്. ഓക്കെ, ഞങ്ങളെല്ലാവരും കൂടി വന്നിട്ടുള്ളൊരു സ്ഥലമുണ്ട് ഇവിടെ. ഇവിടെ ഒരു നന്ദൂസ് എന്നൊരു കടയുണ്ട്. ചിക്കൻ്റെ ഫേമസ് ആയിട്ടുള്ള ഡിഷസ് ഉള്ള കടയാണ്. ഒരു നന്ദൂസിന് പ്രത്യേക സോസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കട ഇവിടെയുണ്ട്. പണ്ട് വന്ന ഓർമ്മ ഇവിടെ വന്നപ്പോൾ അതെല്ലാം വീണ്ടും ഓർമ്മ വരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കഴിച്ചു. അത്താനും ഞാനും മോളും എല്ലാവരും കൂടി ആ നന്ദൂസിൻ്റെ കട കാണിച്ചു തരാവേ. ഇതാണ് ആ നന്ദൂസിൻ്റെ കട. ഇതിനകത്താണ് പുറത്തൂരുണ്ടായി. നല്ലൊരു ഷെയ്ഡി ഏരിയ, ഒരുപാട് മരങ്ങൾ. പക്ഷെ അതിൻ്റെ നടുക്കുള്ള ഷോപ്പ്. ഓക്കെ, ബുക്ക് ഷോപ്പ്. ഓർഡ്രിൻസ് ഷോപ്പ്. ഈ ഓർഡ്രിൻസ് അടിപൊളിയായിട്ടോ. പുതിയൊരു കട ഇവിടെ വന്നിട്ടുണ്ട്, ഫ്രഞ്ച് റവല്യൂഷൻ. കണ്ടോ, പണ്ട് വന്നപ്പോൾ ആ ഫ്രഞ്ച് റവല്യൂഷൻ കട ഇല്ലായിരുന്നു. ഇപ്പോഴാണ് അത് കണ്ടത്. നല്ല ഷെയ്ഡി ഏരിയ, ഭയങ്കര ലൈവാണ് ഈ സ്ഥലം. അതായത് നമ്മുടെ നാട്ടിലുള്ള കോളത്തൊക്കെ പോയി ഭയങ്കര തിരക്കും ആൾക്കാരും വണ്ടികളും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ട് ഇരിക്കും. നല്ല സ്ഥലമാണ്. ഈ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലങ്ങൾ. ഇവിടെ വലിയൊരു ചർച്ചാണെന്ന് തോന്നുന്നു. ആ ചർച്ചയിൽ നല്ല പൊക്കമുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചർച്ചുണ്ട്. ഇവിടെയൊക്കെ കറക്റ്റ് ടൂറിസ്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സ്ട്രക്ചേഴ്സ് ഇറ്റ്സ് ടു ലോ. ഹൈ ഇറ്റ്സ് ടു ഹൈ. If we go there, we can see the whole Danlari from there. Okay, come, we can go. Okay. നല്ലൊരു സ്ഥലം. ഇവിടെ സെൻട്രയുടെ ബിൽഡിംഗ് ഉണ്ട്. ചെഡീസ് ഐസ്ക്രീമിൻ്റെ ഒരു കടയുണ്ട്. പിന്നെ മെയിൻ കട എന്ന് പറയുന്നത് ഈ ഒരു ബിൽഡിംഗ് കണ്ടില്ലേ, ഈ ബ്രൗൺ ഷെയ്ഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഷോപ്പിംഗ് മോളാണ്. അതിനകത്ത് പിന്നെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാ കടകളും കൂടി ഈ ഒരു വലിയ ഷോപ്പിംഗ് മോളിൻ്റെ അകത്ത് ഒരുപാട് കടകളുണ്ട്. അത് യെസ് ഡൺലേറി ഷോപ്പിംഗ് സെൻറ്റർ. ഐ കെയിം ഹിയർ ഫോർ റൈറ്റിംഗ് മൈ DTT examination, the driver theory examination. I came here. ഒരു ബസ്. ആൾക്കാരൊക്കെ ഇവിടെ നല്ല വൈബിൽ പോകുന്നുണ്ട്. ഡൺലേറി ബസ് അടിപൊളിയാണ്. കണ്ട് ഇവിടെ റൂബിൾ സ്റ്റോൺസ് ആയിട്ടേക്കുന്നത്. അവിടെ കുറച്ചുകൂടി വണ്ടികൾ പോകുമ്പോൾ സ്ലോ ആയി പോകാൻ വേണ്ടിയാവും. കാര്യം അത്രയ്ക്ക് തിരക്കുള്ളൊരു സ്ട്രീറ്റാണിത്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടോ, ഇതൊരു തിയേറ്ററാണ് കേട്ടോ. അതിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുക അകത്ത് കയറാൻ വേണ്ടി. ഓക്കെ, ജോർജ് സ്ട്രീറ്റ് ലോഗോ. ഇവിടെയൊക്കെ ആൾക്കാർ ശരിക്കും ബസ്സൊക്കെ കാണി അടിപൊളിയായിട്ട് ഓട്ടിക്കുക. ആ കുഞ്ഞു വഴി കൂടി ഇപ്പം ബസ് പോവേ. കണ്ടോ, ചെറിയൊരു സ്ട്രീറ്റ്, ചെറിയൊരു വഴിയാണ്. ഇതാ ഇവിടെ ഒരു കുട്ടിയുണ്ടോ. നല്ല പാട്ട്. ഇവിടെ ഒരുപാട് സുവനിയർ ഷോപ്സും കുറേ അടിപൊളി ഷോപ്പുകളൊക്കെ ശരിക്കുണ്ട്. കണ്ടോ, നമുക്കിവിടെ ബെഞ്ചിലൊക്കെ ഇരിക്കാം, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. ഷോപ്സ് കയറണമെങ്കിൽ ഷോപ്പ് കയറാം. ഒരു പെന്നീസാണ് കേട്ടോ, ഒരു ബിഗ് പെന്നീസ്. അതിനകത്ത് അമ്മക്ക് ഈ സ്ഥലമൊക്കെ അടിപൊളിയായിട്ട് അറിയാം കേട്ടോ. ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ഇത്രത്തോളം ഓർത്തിരിക്കുന്നില്ല. ഷോപ്സും 1866 ഒരു കടയുണ്ട് ഇവിടെ. ഇതാണ് സൂസെക്സ് സ്ട്രീറ്റ്. കണ്ടോ, സൂസെക്സ് ബൈറ്റ് ഓഫ് ചൈന, ഹിറ്റ്സ് ഓഫ് ഡൺലേറി. കുറേ ഷോപ്പുകളുണ്ട്. എനിക്ക് അമ്മമ്മ കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് വന്നേ, പക്ഷെ ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ കാഴ്ചകളും കണ്ട് നടക്കുകയാണ്. ഇവിടെ അടിപൊളി പൂക്കൾ കാണാവോ, കുറേ സൺഫ്ലവർ കാണാൻ പറ്റും. പ്ലാസ്റ്റിക് ആണോ ഒറിജിനൽ? പ്ലാസ്റ്റിക്. സൂനിയേഴ്സ്
വാവ് നൈസ്. ഓക്കെ നൈസ്. ഐസ്ക്രീം. കറക്റ്റ് നമ്മളെല്ലാം അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ഈ സൺഫ്ലവർ നോക്കിയേ. ഓ ബിഗ് 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 ഫ്ലവേഴ്സ്. The paintings, you see this paintings, your field. That was nice. Wow, അടിപൊളി. ഇത് ഏത് ആർട്ടിസ്റ്റാണ്? ആൻഡ്രിയ എം സിനിമയിൽ വരച്ചതാണ്. നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പടം കാണുമ്പോൾ? ഓ ഇതിന് എത്ര യൂറോ അറിയോ? 3500 യൂറോയ്ക്കാണ് ഇത് വിൽക്കാൻ വച്ചേക്കുന്നത്. എൻ്റെ അമ്മോ. ഹാങ്ങിങ് ഫ്ലവേഴ്സ്, സോ ബ്യൂട്ടിഫുൾ. കണ്ടോ ഈ ഒരു സ്ട്രക്ചർ കൊള്ളാം. ഒരു യെല്ലോ കളർ സ്ട്രക്ചർ. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു റൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓ ടെസ്കോ. ഓക്കെ വി ക്യാൻ കം ദിസ് സൈഡ്. ദീസ് ഓൾസോ ഹിയർ. ഓ അനിക ടു കം വിത്ത് അനിക. I will definitely come. ഇതാണ് ആ വലിയ ടെസ്റ്റ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്ന് ആദ്യമായിട്ട് അടിപൊളി ചെറി വാങ്ങുന്നത്. നമുക്ക് ലൈവായിട്ട് തൂക്കി മേടിക്കാൻ പറ്റും ചെറി. പക്ഷെ നല്ല വിലയാണ്. എങ്കിലും അടിപൊളി ചെറി മേടിക്കാൻ പറ്റും. ഇവിടെ cucumbers and peppers, then tomatoes, the berry beds, onions, tropical fruit, leafy veg, then root veg, onions, potatoes, organic, grown with love and only love. Organic. You won't forget. You can forget. This one. You want more or this one? Yes, one. Okay. Red onions you want? Okay. You can take red onions. Red onions. Okay, I will take the bag. The bakery also. What a full Irish vinegar. Milk, whole milk. Skimmed milk, low fat milk, whole milk, enriched low fat milk. Which one you want? Organic full fat milk. Organic full fat milk from Tesco. Okay, this is 24 date, so we can take this one. That's a good one. Yeah, 24. No. അടുത്തപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അയ്യോ അങ്ങോട്ടാ ബാക്കിലായിട്ട് 27 ഇരിപ്പുണ്ട്. 27 ഡേറ്റ് നമുക്ക് എടുത്ത് കൊടുക്കാം. 24 തിരിച്ച് വാങ്ങിച്ചു കൊണ്ട് വയ്ക്കാം. 27 ജൂലൈ ഈസ് ദ 27 വീക്കെൻഡ് പ്ലേസ്. ഓക്കെ, നമുക്കിനി 24 കൊണ്ട് തിരിച്ച് 24 ഡേറ്റാണ് കേട്ടോ. 24 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ നമുക്ക് അതിനെ തിരിച്ച് വയ്ക്കാം. ലാക്ടോസ് ഫ്രീ മിൽക്ക്, ഹോൾ സൂപ്പർ മിൽക്ക്, ഫ്രഷ് മിൽക്ക്, ലോ ഫാറ്റ് മിൽക്ക്. ഇത് ഫുൾ ഫിഷസ്, സാമൺ, ഫ്രഷ് ഫിഷ്, ബ്രെഡഡ് ഫിഷ്, സ്മോക്ഡ് സാൽമൺ, റെഡി ടു ഈറ്റ് ഫിഷ്. അമ്മൂമ്മയുടെ പോയുണ്ട്. യോഗട്ട് സെഷൻ, ഐറിഷ് ഫാം ഹൗസ് ചീസ്. അനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഐറ്റമാണ് കേട്ടോ. അതായത് ചീസ് സ്ട്രിങ്സ്. പിസ്സ ഫ്ലേവർ ന്യൂ ആണല്ലോ. പിന്നെ ഉള്ളത് സാലഡ്സ്, ഡിപ്സ്, ഹ്യൂമസ് ഞാൻ ഇന്ന് മേടിച്ചു.
Colosso and potato salad. Olives, black olives, Kalamata olives, mixed olives. No, I tried the green color olives, not the red one. It will be same as taste. No red. They are black. Okay. Color. Okay. Here we can see the feta cheese, I think. Some or garlic. Something is inside with the olives. What is this? Garlic or feta cheese? Garlic. Okay. Garlic and olives. Here it's written as with garlic. പിന്നെ ഉള്ളത് സ്പൈസി ഒലിവ്സ് ഉണ്ട്. ഇവിടെ ഇറ്റാലിനോ ഒലിവ് മിക്സ് ഇപ്പോൾ എല്ലാം കൂടെ വരും. ഇവിടെ ക്ലാസിക്കോ ഒലിവ് മിക്സ്. ഒലിവ്സിൽ തന്നെ എന്തുമാത്രം ഡിഫറെൻറ്റ്. ഇത് നമ്മുടെ സണി ടൊമാറ്റോസ്, സൺ ഡ്രൈഡ് ടൊമാറ്റോസ്, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുണ്ട്. ഇതെല്ലാം ഹ്യൂമസ്. ഞാൻ ഹ്യൂമസ് ആക്ച്വലി ഇന്ന് മേടിച്ചു, ഇന്ന് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ബാഗിനകത്തുണ്ട്, കാണിച്ചു തരാം. എൻ്റെ ബാഗിനകത്ത് ഇവിടെ ഇന്ന് ഞാൻ ഹ്യൂമസ് മേടിച്ചു. ഞാൻ വാങ്ങിച്ച ഹ്യൂമസ് ഇതാണ്, പെപ്രിക്ക ഹ്യൂമസ്. ആഡഡ് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല കേട്ടോ, നല്ലൊരു ഐറ്റമാണേ. കണ്ടോ, കുക്ക്ഡ് ചിക്ക് പീസും റെഡ് പെപ്പേഴ്സും, സ്പിരിറ്റ് വിനീഗർ, സോൾട്ട്, റാസ്ബെറി ഓയിൽ, ബ്രോഡ് ബീൻ പ്രോട്ടീൻ, സെസമി പീസ്, സ്പിരിറ്റ് വിനീഗർ, ദെൻ ലെമൺ ജ്യൂസ്, ദെൻ സിട്രിക് ആസിഡ്. ദിസ് ഇസ് ഗുഡ് ഇൻ മൈ ബാഗ്. ഏത് സംഭവം. ഇവിടെ ക്യാൻഡ് ബീൻ സൂപ്പ്, ക്യാൻഡ് ഫിഷ്, ടൊമാറ്റോസ് ആൻഡ് പൾസസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഒന്നുമേ കാണില്ല. ഇവിടെ ഇന്ത്യൻ കുക്കിംഗ് സോസസ്, പാസ്ത ആൻഡ് കുക്കിംഗ് സോസസ്, പിക്കിൾസ്. ഇവിടെ ബേക്കിംഗ്, എഗ്സ്, ഷുഗർ. ഹിയർ ഈസ് മൈ മമ്മ. ഷീ ഈസ് ലുക്കിംഗ് ഫോർ പുഡിംഗ് റൈസ്. No, this is rice, pearl rice. Okay, let me find salt. Where is salt? You can find salt. Not here. Sugar is here. പക്ഷേ ഷുഗറിന് അടുത്ത് സോൾട്ട് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അവിടെ ഇല്ല. സോൾട്ട് ഇവിടെ വരാൻ ചാൻസ് ഇല്ലല്ലോ. I think not in this row. No. These are all sugars. Granulated castor sugar, brown sugar, demerara sugar. ലൂസിലായിരിക്കുന്നു. എനിക്ക് ഉണ്ടാക്കി തിളന്ന സാധനം. തിളന്നൊന്നുമില്ല, ഞാൻ ഇനിയും ഉണ്ടാക്കും, ശരിയാകും വരെ ഉണ്ടാക്കും. ഇവിടെ എല്ലാം നമ്മുടെ ക്യാരറ്റ് കേക്ക് മിക്സ്, റെയിൻബോ ചിപ്പ് മിക്സ്, ഇതെല്ലാം കേക്ക് ഇടാൻ. I think that's marshmallow, mini marshmallows. Yes, but I did not give to her. These are all cake toppings. Vanilla essence? Garlic, dry garlic, dry garlic. No? Understand? No. White chocolate stars. I will check. No, കണ്ടില്ല. Flour, self-rising flour. Almond flour is here. 300 grams. 300. Ground almonds is here. Walnuts, then raisins. What is that? Raisins. Not here. Not in this area. I will have a look. നമുക്ക് സോൾട്ട് കണ്ടുപിടിക്കാനേ മമ്മിക്ക് വേണ്ടി. സോൾട്ട് ഇടും. ടീ, കോഫി, ബിസ്ക്കറ്റ്സ്. Maybe here. Tea, coffee. No. Where is salt? I will ask to someone. ഇവിടെ kids drinks, energy drinks. Sorry.
ഇവിടെ എക്സ്ക്യൂസ് മീ യു നോ വേർ ഇസ് സോൾട്ട് Alicante. 20. Okay, in 20. Not here. In 20. I can go to 20th session. Okay. I will take it for you. Here it's oil. Vinegar. ഇവിടെ എല്ലാ ഓയിലും റാപ്സീഡ് ഓയിൽ, ഗാർഡൻ ഹെർബ്സ് ആൻഡ് ലെമൺ ഓയിൽ, ടർമറിക് മൈൽഡ് ആൻഡ് വെസ്റ്റേൺ അല്ല വിത്ത് ടർമറിക്, ഐറിഷ് റാപ്സീഡ് ഓയിൽ വിത്ത് ടർമറിക്, അത് കൊള്ളാമല്ലോ. പിന്നെ വാൾനട്ട് ഓയിൽ, സെസമി ഓയിൽ, സ്റ്റിർ ഫ്രൈ ഓയിൽ, ഒലിവ് ഓയിൽ വിത്ത് ചില്ലി, ഒലിവ് ഓയിൽ വിത്ത് ഗാർലിക്, ഗ്രൗണ്ട് നട്ട് ഓയിൽ, ടോസ്റ്റഡ് സെസമി ഓയിൽ, ഗ്രേപ്പ് സീഡ് ഓയിൽ. ഇവിടെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ. ഇത് ഗൂസ് ഫാറ്റാണ് കേട്ടോ. ഓക്കെ, ഇതെല്ലാം എക്സ്ട്രാ വെർജിൻ ഓയിൽ. അതിൽ തന്നെ ലൈറ്റായിട്ടുള്ളത് കൊണ്ട് ഇത് വെജിറ്റബിൾ ഓയിൽസിൻ്റെ സെക്ഷൻ വരും. വെജിറ്റബിൾ ഓയിൽ, ഇതെല്ലാം വെജിറ്റബിൾ ഓയിലും 100% പ്യുവർ കോൺ ഓയിലുണ്ട്. സൺഫ്ലവർ ഓയിൽ. Salt. Come. Here is salt. Come. സോൾട്ട് ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ. സോൾട്ട് തന്നെ ഇഷ്ടം പോലെ ടൈപ്പാണ്. ഹിമാലയൻ പിങ്ക് സോൾട്ട്, റോക്ക് സോൾട്ട് ഗ്രൈൻഡ്, ടേബിൾ സോൾട്ട്, സീ സോൾട്ട്. യു വാണ്ട് സീ സോൾട്ട്? No. Okay. Sorry. Coarse sea salt, Himalayan salt, black pepper, coarse sea salt, fine sea salt, Mediterranean sea salt, no need to grind. ഹിമാലയൻ സീ സോൾട്ട്. കൂടാൻ ഞാൻ ഇവിടെ നേരത്തെ നന്ദൂസ് കട, ആ നന്ദൂസ് കടയ്ക്ക് പല പല ഫ്ലേവർ അവരുടെ സോസാണ്. അടിപൊളി സോസാണത്. പെരി പെരി റബ്ബ്, ലെമൺ ആൻഡ് ഹെർബ്. സെർച്ചിങ് ഫോർ എ സോൾട്ട്. യെസ്, onion granules. You want garlic? Okay. I will check. You want, yes, garlic salt. Oh, dill is here. You want dill, your favorite. Dill, your favorite. Garlic salt. Oh, this is garlic salt. You want garlic? Which one you want? One is this, and the other one is garlic granules. You want garlic granules? Okay. Okay, we can keep this back. Push back. One more item is here. Here I think it is much powdered form. So okay. This mixed with salt, I think. Keep it back. Okay. Spices. All spices. Cardamom, caraway seeds. കാരവേ സീഡ്സ് അരിമോദകമാണോ? എവിടെയൊക്കെ തോന്നും. അരിമോദകമാണോ കാരവേ സീഡ്സ്? ഒന്നും കൂടെ ചെക്ക് ചെയ്യണം, ഞാൻ മറന്നുപോയി. സെലറി സോൾട്ട്, ചില്ലി പൗഡർ, സിനമൺ ഗ്രൗണ്ട്, സിനമൺ സ്റ്റിക്സ്, ക്ലോവ്സ് ഹോൾ, ക്ലോവ്സ് ഗ്രൗണ്ട്. അമ്മ പോയി. ഇവിടെ ഫുഡ് ടു ഗോ. ഇതിനകത്ത് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്ത് ഫ്രഷായിട്ട് ബേക്കറിക്കകത്ത് കൊണ്ടുവയ്ക്കും. ഇവിടെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ഇത് ബേക്കിംഗ് സെക്ഷൻ. പിന്നെ ഉള്ളത് ഇവിടെ മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കോക്കനട്ട് മിൽക്ക്, റൈസ് മിൽക്ക്, ജോയ, റൈസ് മിൽക്ക്, ആൽമണ്ട് സോയ ഡ്രിങ്ക്. പിന്നെ എന്തൊക്കെയാ, ഓട്സ് മിൽക്ക്, ഒരുപാടുണ്ട്. പിന്നെ ഇത് അറിയാമല്ലോ, സ്നാക്സ്. അമ്മ എന്ത് പോന്നു.
ഇവിടെ എല്ലാം വെള്ളം, വാട്ടർ, ഡ്രിങ്ക്സ്, ഇവിടെ ബ്രെഡ് ഐറ്റംസ്, ഇവിടെ എല്ലാം ടിഷ്യൂ, കിച്ചൺ ടിഷ്യൂ, ടോയ്ലറ്റ് ടിഷ്യൂ, ഇത് പെറ്റ് ഐറ്റംസ്. കിച്ചൺ റോൾ, ടോയ്ലറ്റ് റോൾ, ഡോഗ് ഫുഡ്, ക്യാറ്റ് ഫുഡ്, ഇതൊക്കെ ഇതിലുണ്ട്. ബേബി ഫുഡ് ഐറ്റംസാണ് ശരിക്കുണ്ട്. ബീനിങ് ഫുഡായിട്ട് നമ്മൾ കൊടുക്കത്തില്ലേ സ്റ്റാർട്ടിങ്ങിൽ, അപ്പോൾ ആ ഫുഡ് ഐറ്റംസ് എല്ലാം. മറ്റേ സൈഡിൽ മൊത്തവും വൈറ്റമിൻസ്, പിന്നെ ബേബി പാമ്പേഴ്സും നാപ്പീസ്, പിന്നെ ബേബി കുറച്ച് കളിപ്പാട്ടം, പിന്നെ ഇവിടുത്തെ അവീനോ ബേബി. ഇത് ഞാൻ മോൾക്ക് വാങ്ങിക്കാറുണ്ട്. ചൈൽഡ്സ് ഫാം ഹെയർ ആൻഡ് ബോഡി വാഷ്. ഇവിടെ കുട്ടികൾ കളിച്ചോണ്ടിരുന്നില്ലേ, എൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത്. കുട്ടികൾ വീണാലും അധികം പ്രശ്നപ്പെട്ടിട്ട് ആ മാറ്റ് കണ്ടോ, താഴെ പച്ച മാറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റില്ല. എന്നാൽ താഴെയൊക്കെ വരുന്നുണ്ട്. ഇതാ പുറത്ത് വന്നോ കുട്ടി. വീഡിയോ ഒരിക്കൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് താഴെ ഇവിടെ ചവിട്ടിയാൽ മതി, നല്ലതല്ലേ, നമുക്ക് കൈ കൊണ്ട് പിടിക്കണ്ട. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഹാങ് ചെയ്തിരിക്കുന്ന ഫ്ലവേഴ്സ്. ഇവിടെ കണ്ടോ ചെറിയൊരു ചെമ്മരിയാടും വെള്ളം. കോഴിമുട്ട, ഐറിഷ് ലാവ് ചിക്കൻ അതെയാണോ ഇത്? ആ അതെ അതെ. അടിപൊളി ഷോപ്പിലെത്തിയേ. വീട്ടിൽ നല്ലൊരു കൃഷി ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. കാണിച്ചു തരാവേ. മുട്ട, നല്ല ഫ്രഷ് നാടൻ മുട്ട എന്ന് പറയത്തില്ല, നാടൻ സാധനങ്ങൾ ശരിക്കുണ്ട്. നിങ്ങൾ ബീട്രൂട്ട് കണ്ടോ, നല്ല ബീട്രൂട്ട്, ഫ്രഷ് ബീട്രൂട്ടായിട്ടുണ്ട്. ബീട്രൂട്ടും കുറച്ച് ലാമ്പിൻ്റെ ലിവർ ഒരു 20 ഗ്രാം ചോദിച്ചു. അപ്പോൾ അത് മാത്രമായിട്ട് തരാമെന്ന് പറഞ്ഞു. നല്ല ഫ്രഷായിട്ടുള്ള കുമ്പിൾ ഇവിടെയുണ്ട്. മഷ്റൂംസും ക്യാരറ്റ്സും എല്ലാം ഫ്രഷായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. സ്ട്രോബെറീസ് ഉണ്ട്. താങ്ക് യു. അവർ കണ്ടോ വാങ്ങാൻ വേണ്ടി പോയി കാണിച്ചു കൊടുക്കുന്നു. കണ്ടോ ബിഗ് ആപ്പിൾ. ദെൻ നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയും ഇതെല്ലാം കർഷകൻ്റെ ആണ്. കണ്ടോ അമ്മൂമ്മയുടെ ഫേവറേറ്റ് ഐറ്റമാണ് ദില്ലെന്ന് പറഞ്ഞ ഈ ലീവ്സ്. അതിങ്ങനെ പ്രതീക്ഷിക്കാതെ ഇവിടെ കണ്ടു. അടിപൊളി. അമ്മൂമ്മ ഹാപ്പിയായി. ഈ ഷോപ്പും പിന്നെ അടിപൊളി സാധനങ്ങളൊക്കെ ഇരിക്കുന്നു കുറേ. ഇത് ജ്വല്ലറി ഷോപ്പാണ്. കണ്ടോ കിടിലം കിടിലം. ഇതുണ്ടോ മറ്റേ അടിപൊളി. പക്ഷേ ഞാൻ എത്ര പ്രാവശ്യം അടിപൊളി പറഞ്ഞെന്ന് എനിക്കറിയില്ല. നിങ്ങൾ തന്നെ എണ്ണി നോക്ക്, അത്രയ്ക്ക് ഞാൻ പറഞ്ഞാണ്. കണ്ടോ ഈ കുഞ്ഞു വഴി കൂടി ലെപ്പോർട്സ് ആൻഡ് വാലി ൻ്റെ ബസ് പോകുന്നുണ്ട്. ഇതൊക്കെ ചെറിയ പബ്ബാണേ. പിന്നെ ഇവിടെ പാസ്ത റെസ്റ്റോറൻറ്റ്, പിന്നെ ഉള്ളത് ഷോപ്സും, പിന്നെ സൂപ്പർ റോസ് ഓക്കെ നൈസ്. കണ്ടോ ജ്വല്ലർ. ഓ അടിപൊളി റിങ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. റിങ്സും പേളിൻ്റെ ഒരു അടിപൊളി മാല ഇരിപ്പുണ്ട് ഇവിടെ, കാണാവോ? സൂപ്പർ. ചൈന ചൈനീസിൻ്റെ മണം അടിക്കുന്നുണ്ട്. ചൈനീസ് മണം. ഇത് ഹിക്സ് ഡയറി. ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബുച്ചർ ഷോപ്പാണ്. ഇതിനകത്ത് നമുക്ക് ലാം ലിവർ അഗെയിൻ എ ജ്വല്ലറി ഷോപ്പ്. ഗ്രാം 60. ഇതൊരു സ്മോൾ ഷോപ്പായിട്ട് തോന്നുമെങ്കിൽ അകത്ത് കയറുമ്പോൾ ശരിക്കും കാര്യങ്ങൾ മേടിക്കാൻ പറ്റിയ ഷോപ്പാണ്.
നല്ല മണം. ആ ഷോപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇതൊരു സലൂണാണ്. ഇതെന്തൊക്കെ നമുക്ക് ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ കാര്യങ്ങൾ കണ്ട് പുറത്ത് നോക്കിയാൽ പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ എന്താണ് എന്നുള്ളത് ഏകദേശം ഒരു ഐഡിയയിൽ ഓക്കെ ആയി. ഡ്രസ്സ് ഒരു ഓവ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല കാര്യമാണ്. കാര്യം ഇത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രീറ്റിൽ മഴ പെയ്യുമ്പോൾ ഇതേപോലെ ഓവുകളില്ലെങ്കിൽ ഈ റോഡ് മൊത്തം വെള്ളമാകത്തില്ലേ. അപ്പം ഈ റോഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് കണ്ടോ നല്ലതായിട്ട് ഓവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഓവ് ചെയ്യുമ്പോൾ ആ മഴവെള്ളം എന്ത് ചെയ്യും, ഈ ഓവിൽ കൂടി അങ്ങ് പോവുകയും ചെയ്യും. റോഡിൽ അങ്ങനെ വെള്ളം കിട്ടി നിൽക്കത്തുമില്ല. നല്ല കാര്യം. ഇത് കിട്ടാറുണ്ട് കേട്ടോ. കണ്ടോ ഈ സ്ഥലം കുറേ നെയിൽസിനെയൊക്കെ റെഡിയാക്കുന്ന ഷോപ്പുകൾ ശരിക്കുണ്ട്. നിരത്തി വയ്ക്കാനുള്ള ഐറ്റമാണ്. കണ്ടോ ഒരുപാടുണ്ട്. അടുത്ത ബസ് വരുന്നുണ്ട് അവിടെ നിന്ന്. ഇതാണ് നമ്മൾ കയറി ഡൺലറി ഷോപ്പിംഗ് സെൻറ്റർ. നേരത്തെ ടെസ്കയ്ക്കകത്ത് കയറിയില്ലേ അത്. ഇതൊരു കട, ഒരു ഹെൽത്ത് സ്റ്റോറാണ്. ഇതിനകത്ത് അടിപൊളി നല്ല മണം. ഓർഗാനിക് സാധനങ്ങളുടെ മണം. ഹാൻഡ് വാഷും ലിപ്സ് നല്ല മണം. ഒരു ബുദ്ധ ഇരിപ്പുണ്ട്. കണ്ടോ ദൂരെ കാണുന്ന നീലക്കളറുടെ കടലാണ്. വേറൊരു ദിവസം അവിടെ വരണം. ഇവിടെ ഐഡിയയും കൊണ്ട് എന്തായാലും വരണം. അവൾക്ക് ഇതൊക്കെ കണ്ടോ, കണ്ടോ ഒരു സീകളിനെ വരച്ച് വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. വീണ്ടും നമ്മൾ ഡാർട്ട് തിരികെ പിടിക്കാൻ വേണ്ടി തിരിച്ച് സ്റ്റേഷനിലെത്തി. അയ്യോ പെട്ടെന്ന് പോണേ. ഡാർട്ട് പിടിക്കാൻ ഇവിടെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ഇതിനകത്തൂടെ കയറി ഇനി ഇവിടെ അകത്തന്നെ കടയുണ്ട്. നമുക്ക് കൊച്ചു വീട്ടുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇവിടെ വരുമ്പോൾ. നമ്മളിപ്പോൾ ആ ഒരു ഡാറ്റ സ്റ്റേഷൻ്റെ താഴെ കറങ്ങി എത്തുകയാണ് കേട്ടോ. ഇത് ഇപ്പോൾ താഴെ തുടങ്ങിയപ്പോൾ ഈ വഴിയൊക്കെ ഞാൻ ആദ്യം കേട്ടോ. ഇവിടെ കൂടെ കയറാവേ. നല്ലൊരു സ്റ്റേഷൻ. അങ്ങനെ എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. താഴെ ഉള്ളവർക്ക് ലിഫ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നടന്ന് ഇപ്പുറത്ത് വന്നിട്ട് ഇവിടുന്ന് പൊട്ടുപോകാം. അമ്മ റാമ്പ് വഴി അവിടെ കൂടെ കയറി ഇവിടെ കൂടി വന്ന് കയറി എന്നിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റേഷനിലോട്ട് കയറാൻ പറ്റും. ഈസി. കെയർഫുൾ. നോ 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 നോ. ഓക്കെ. ഷിപ്പിൻ്റെ ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. വേണമെന്നുള്ള യൂസ് ക്രൂസ് ഷിപ്പിൽ പോണവർക്ക് യൂസ് ചെയ്യാം. നമുക്കുള്ള ട്രാൻ ഒരു പ്ലാറ്റ്ഫോം 2 ആണ്. മുകളിൽ കൂടി കണ്ടില്ലേ, അത് ഈ പോർഷനാണ്, ഇതിൻ്റെ അടിയിലാണ്. ഡാർട്ടിൻ്റെ ട്രാക്കിൻ്റെ തൊട്ട് സൈഡിൽ കൂടി അല്ല, തൊട്ട് സൈഡിൽ കൂടെ അല്ല, ഞാൻ ഒരുപാട് ദൂരത്തുണ്ടാണ്ട് യെല്ലോ ലൈനിൻ്റെ അപ്പുറത്തോട്ട് നിൽക്കാൻ പാടില്ല. യെല്ലോയ്ക്ക് ഇപ്പുറത്ത് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. ബ്രേക്ക് ഇനി 4 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതാ അവിടെ കൂടി ഇറങ്ങി വരാം. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ വിശേഷങ്ങൾ. ആളുകൾക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി സ്ഥലം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ 1 മിനിറ്റിൽ ബ്രേയിൽ ഇത് വരും.
ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് പോകാനുള്ള ഡാർക്ക് വരുന്നുണ്ട്. മുകളിൽ ഡെസ്റ്റിനേഷൻ താഴെ ഡാർക്ക്. നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഡോറിൻ്റെ അകത്തൂടി താഴെയുള്ള ഭാഗം കാണില്ലേ, അതേപോലെ ഡാർട്ടിൽ പോകുമ്പോൾ അതിൻ്റെ ഗ്ലാസ്സിൽ കൂടി പുറത്ത് നമുക്കിങ്ങനെ കാണാം. കൊള്ളാല്ലേ കാണാൻ. യാച്ച് ഉണ്ട് അങ്ങ് ദൂരെ, ഒരു വെള്ള കളർ യാച്ച് കാണാം. പക്ഷികളൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ ആവും, കുറച്ചുകൂടെ ബീച്ചായിട്ട്. ഇത് പെബിൾ ബീച്ചാണ്. ഓൾമോസ്റ്റ് പെബിൾ ബീച്ചാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. കാണാവോ? ചെറിയ തിരയുള്ളൂ, അതുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് എൻജോയ് ചെയ്യാൻ, ഹാപ്പി ആവാൻ അടിപൊളിയായത്. ഒരുപാട് പേര് ഇറങ്ങുന്നുണ്ട്. ഇതും സമ്മർ സൈഡാണ്, സമ്മർ ടൈം ആയതുകൊണ്ട്. ഡാൽക്കി സ്റ്റോപ്പിലെത്തി. തിരിച്ചു പോകുന്ന ടൈമായപ്പോൾ നല്ല തിരക്കായി. ഫുൾ ആളുകളാണ് ഇതിനകത്ത്. ശരിക്കും ആൾക്കാരുണ്ട്, നല്ല തിരക്കാണ്, ഫുൾ ആൾക്കാരായി ഉണ്ട്. ശരി, അപ്പോൾ എല്ലാവർക്കും ബൈ. അടിപൊളി, ചെറുതാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് ചെറിയൊരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി. ഹാപ്പി. അമ്മമ്മയുടെ കൂടെ ഒരു യാത്രയ്ക്ക് പോയി തിരിച്ച് ഞാൻ സ്റ്റേഷനിൽ എത്തി. ഇനി കുറച്ച് ദൂരം മുമ്പോട്ട് നടക്കാം, മോളെ വിളിക്കാം, തിരിച്ച് വീട്ടിൽ പോവാം. I'm so happy. Thank you all for watching this video. So bye bye all and take care. Bye bye.